ഹായ് ഹോൾ, വെൽക്കം ബാക്ക് ടു നീഡിൽ വേവ് ഡിസൈൻസ്. ഇന്ന് ഈ ഒരു ഡ്രസ്സ് ഞാൻ ഇതേപോലെ വേസ്റ്റ് തുണിയിൽ നിന്ന് നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ബാക്കി വരുന്ന ബാലൻസ് വരുന്ന പീസ് ഉണ്ടാവുമല്ലോ, ആ പീസിൽ നിന്ന് ചെയ്തെടുത്ത ഒരു ടോപ്പും പാൻറ്റാണ്. ഇതൊരു 2 to 3 വയസ്സ് വരെയുള്ള ഇടാൻ പറ്റിയ ഒരു കുട്ടിക്ക് പറ്റിയൊരു ടോപ്പും പാൻറ്റാണ്. ഇത് മൊത്തത്തിൽ നമ്മൾ ഒഴിവാക്കിയിരുന്ന പീസിൽ നിന്ന് ചെയ്ത ഒരു ടോപ്പും പാൻറ്റും കൂടിയാണ്. ഇതാ ഇങ്ങനെ ഒരു തുണിയായിരുന്നു, അത് അത്രയേ ഉള്ളായിരുന്നു ആ വേസ്റ്റ് തുണി. അപ്പോൾ അതിലേക്ക് മാച്ച് ചെയ്തിട്ടൊരു പാൻറ്റും കൂടെ കിട്ടിയപ്പോൾ ഒരു ടോപ്പും പാൻറ്റും ചെയ്യാൻ വിചാരിച്ചു. നമ്മൾ ചെയ്യുമ്പോൾ തന്നെ തുണി ആദ്യം 4 മടക്കി. ഇതാ 4 മടക്കിയപ്പോൾ കഷ്ടിച്ചതാ ലെങ്ത്തും വിഡ്ത്തും കഷ്ടിച്ചേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് ആദ്യം നോക്കി, പിന്നെ അതിന് ശേഷം അതിൻ്റെ ഷോൾഡർ അടയാളപ്പെടുത്തി. ഷോൾഡർ 5 ഇഞ്ചാണ് ഉള്ളത്. അതേപോലെ തന്നെ ആം ഹോളും 5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഞാൻ മറിച്ച് വെക്കണത് അതിൻ്റെ അടിഭാഗത്ത് ഫുള്ളായിട്ട് തുണിയില്ലേ എന്നിട്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മറിച്ച് വെക്കണത്. അതിനുശേഷം എൻ്റെ ചെസ്റ്റ് 6 ഇഞ്ച്, അതിൽ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് 7 ഇഞ്ച്. അതേപോലെ തന്നെ അതിൻ്റെ വേസ്റ്റിൻ്റെ ഭാഗം 5.5, തയ്യൽ തുമ്പടക്കം 6 ഇഞ്ച് അവിടെയും മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ നീട്ടി വരച്ചെടുത്തു. അതിന് ആം ഹോൾ കർവ് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെയും കർവ് വെച്ചെടുത്തു. ഈ നെക്കാണ്, നെക്ക് ഞാൻ വി നെക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വി നെക്കും ഞാൻ മാർക്ക് ചെയ്തെടുത്തെടുത്തു. അതിൻ്റെ നെക്കിന് വെടുത്തി അതിന് 2 ഇഞ്ചും ലെങ്ത്ത് 3 ഇഞ്ചുമാണ് കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം അത് നമ്മൾ കട്ട് ചെയ്തിട്ട് മാറ്റുക. നമ്മൾ ഡ്രസ്സൊക്കെ അടിച്ച് കഴിഞ്ഞാൽ അതേപോലെ വേസ്റ്റ് ഉണ്ടാകും, തുണികളുണ്ടാവുമല്ലോ. അപ്പോൾ ഇന്ന് 1 വയസ്സ് 2 വയസ്സ് 3 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ ചെറിയൊരു ടോപ്പും പാൻറ്റൊക്കെ അടിക്കാൻ നമുക്ക് ഈ ചെറിയൊരു പീസ് മതി. എന്നാൽ പിന്നെ കുട്ടികൾക്ക് വീട്ടിലൊക്കെ ഇട്ടെടുക്കാനും പറ്റും ചെയ്യും. ഞാനിങ്ങനെ ഇത്തരം ഡ്രസ്സുകൾ അടിച്ചിട്ട് ചെറിയൊരു വിലക്ക് ഞാൻ സെയിൽ ചെയ്യാറുണ്ട്. നമുക്ക് ഒരു സ്റ്റിച്ചിങ് ചാർജ് മാത്രം എടുത്തിട്ട്, ചെറിയ സ്റ്റിച്ചിങ് ചാർജ് എടുത്തിട്ട് ഞാനിത് ആവശ്യക്കാർക്ക് സെയിൽ ചെയ്യാറുണ്ട്. ബാക്ക് പീസ് മാറ്റിയതിന് ശേഷം ഞാൻ ഫ്രണ്ടിലെ നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. വി നെക്ക് ആകുമ്പോൾ നമുക്ക് ഒന്നിച്ച് കട്ട് ചെയ്യാൻ പറ്റില്ല. അതേപോലെ അതിന് ശേഷം ബാക്ക് ഞാനൊരു കുളത്ത് വെക്കാൻ വേണ്ടിയിട്ട് അവിടെ ഓപ്പൺ ഇട്ടു. ഇനി നമുക്കതിനെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതേപോലെ വേറൊരു പീസ് വെച്ചിട്ട് അടിഭാഗത്ത് വെച്ചിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്ത്, അതായത് നല്ല വശത്ത് വെച്ചിട്ട് ചീത്ത വശത്തേക്ക് മറിച്ചിടുന്ന രൂപത്തിലാണ് പീസ് വെച്ചിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ മറിച്ചിട്ട് തന്നെ പതിച്ചടി കൊടുക്കുക. അതിനുശേഷം തിരിച്ചിട്ടിട്ട് നമ്മൾ 1 ഇഞ്ച് മാത്രം തയ്യൽ തുമ്പ് വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്തിട്ട് കളയാം. എന്നിട്ട് ആ ഒരു ഭാഗം 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയിട്ട് ആ ഭാഗം കൂടെ പിന്നെ മറിച്ചിട്ട് അടിക്കുക. അപ്പോൾ നമുക്ക് നെക്ക് നീറ്റായി ഉണ്ടാവും, ബാക്കും മുന്നൊക്കെ നെക്ക് നീറ്റായിട്ടുണ്ടാവും. ഈ ഒരു ഡ്രസ്സിൽ മൊത്തത്തിൽ ഞാൻ വേസ്റ്റ് ആയിട്ടുള്ള ബാലൻസ് വന്ന തുണിയാണ് ചെയ്തത്. ലേസ് ആണെങ്കിൽ എല്ലാം ബാലൻസാണ് വന്ന പീസാണ് ചെയ്തിട്ടുള്ളത്. ഇതേപോലെ തന്നെ ഡ്രസ്സ് ചെയ്തിട്ട് ഷോളിലൊക്കെ വെച്ചിട്ട് ചെറിയൊരു പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നെക്കിന് നോക്കുമ്പോൾ അത് കറക്റ്റാണ്. അപ്പോൾ ഞാൻ ആ ഒരു ലേസ് നെക്കിനും വെച്ചെടുത്തു. ഇനി നമുക്ക് ബാക്ക് പീസ് ഇതേപോലെ തന്നെ നെക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാം. പീസ് വെച്ചിട്ട് തന്നെ ബാക്ക് നെക്കും പതിച്ചടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി അതിൻ്റെ സ്ലീവിന് ഇതേപോലെ 1 ഇഞ്ച് അളവിൽ നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് സ്ലീവ് രണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ടോപ്പാണിത് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കതിൻ്റെ മെഷർമെൻറ്റ് അടയാളപ്പെടുത്താം. എത്രയാണോ തുണിയുള്ളത് ആ ഒരു തുണിക്കനുസരിച്ച് ഞാനതിൻ്റെ മെഷർമെൻറ്റ് ഇടും. കാരണം ഇത് ഏത് തരത്തിലുള്ള കുട്ടികൾക്കാണ് പാകാകുന്നില്ല, അവർക്ക് അതിനനുസരിച്ച് മെഷർമെൻറ്റ് അത് അവർക്ക് കറക്റ്റാക്കിയിട്ട് അളവ് പിന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കലാണ്. ഈ ഒരു സംഭവം ഇതേപോലെ തന്നെ ബാലൻസ് ഉള്ളത് വേസ്റ്റാണ്. അതായത് നമ്മൾ ചുരിദാറിൻ്റെയൊക്കെ നെക്ക് വെട്ടിപ്പോകുമല്ലോ, ആ നെക്കിൻ്റെ ആ ഭാഗത്ത് ഇതേപോലെ ഇതുപോലത്തെ സീക്വൻസ്, ഇതിനെന്താ പറയുക എനിക്കറിയില്ല, ഇതേപോലെ സ്റ്റോൺ വായിക്കുള്ള സാധനമുണ്ട്. അപ്പോൾ അത് മാത്രം ഞാൻ പറിച്ചെടുത്തിട്ട് ഈ ഡ്രസ്സിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് പശ വെച്ചിട്ട് ഇതേപോലെ നമ്മൾ പിന്നെ ഒട്ടിച്ചെടുക്കുകയാണ്. എന്നാൽ കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുമല്ലോ. സാധാ ഒരു സിമ്പിളായിട്ടൊരു ടോപ്പാക്കും വേണ്ട, എന്തെങ്കിലും ഒരു വെറൈറ്റി നമ്മൾ ചെയ്തെടുക്കുമ്പോൾ കാണാനൊരു ഭംഗിയാണല്ലോ. അപ്പോൾ എന്തായാലും എല്ലാം പിന്നെ ബാലൻസ് വന്നിട്ട് നമ്മളിപ്പോൾ ഏതായാലും വെട്ടിക്കളയുന്ന പീസ് വെച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ പിന്നെ ആ വേസ്റ്റിൽ നിന്ന് ഇതേപോലെ പീസുകൾ അതിൽ നിന്നുള്ള പിന്നെ സീക്വൻസ് പറിച്ചെടുത്തിട്ടാണ് ഞാനിതിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഗമ്മ വെച്ചിട്ട് ചെയ്തെടുത്താൽ അത് കറക്റ്റായിട്ട് ഒട്ടി നിൽക്കുകയും ചെയ്യും. അപ്പോൾ അതിൽ ബാലൻസ് ആയിട്ട് 2 മിററിൻ്റെ ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി അത് അവിടെ ഒട്ടിക്കണ്ടെന്ന് ആലോചിക്കായിരുന്നു. അപ്പോൾ ഇത് ഞാൻ വേണ്ടെന്ന് വെച്ചു. അത് ഒട്ടിച്ച് അത് അധികം ബോറാക്കണ്ടല്ലോ. അതേപോലെ തന്നെ ഇതിനൊരു പാൻറ്റും കൂടി ഞാൻ ചെയ്തു. അതേപോലെ പാൻറ്റ് വെട്ടിയതിന് ശേഷമുള്ള ചെറിയൊരു പീസാണ് അത്. അതിൽ നിന്ന് ഒരു പാൻറ്റ് കൂടെ ഞാൻ ഇതിൽ നിന്ന്
ഈ ഡ്രസ്സൊക്കെ മാച്ച് ചെയ്തിട്ട് കിട്ടിയപ്പോൾ ഒരു പാൻറ്റും കൂടി ഇതിൽ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.